ഇത് എഐയുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഏറ്റവും നിർമ്മത ബുദ്ധി എന്ന് വേണം അങ്ങനെ തന്നെ പറയാം. മനുഷ്യരെക്കാളും അതിവേഗത്തിൽ ഉത്തരങ്ങൾ തരുന്ന എഐ ആ കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളി സിറ്റിയെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്ന നഗരത്തെ ഏറ്റവും മികച്ചതാക്കാൻ ഇന്ന് എഐക്ക് സാധിക്കുമെന്നാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ ഡോക്ടർ കിരൺ സാർ പറയുന്നത്. അപ്പോൾ സാറിനോട് തന്നെ ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ പറ്റി ഒന്ന് പറയൂ, എഐയിലൂടെ തന്നെ പറയൂ എന്താണ്. ഞാൻ കരുനാഗപ്പള്ളി എടക്കുളങ്ങര സ്വദേശിയാണ്. ഇപ്പോൾ ഇവിടെ എടക്കുളങ്ങരയിൽ ദേവീക്ഷേത്രത്തിനടുത്ത് ചാച്ചാജി സ്കൂളിനടുത്ത് മുതലശ്ശേരി അമ്പലത്തിന് അടുത്തായിട്ട് നാഗരി ഭവനം, അവിടെയാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് REC കോഴിക്കോട്, NIT കാലിക്കറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 20 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അമൃത വിശ്വവിദ്യാപീഠത്തിൽ 14 വർഷത്തോളം വർക്ക് ചെയ്തു. ഇവിടെ അമൃതപുരിയിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ. അതിന് മുമ്പും കുറച്ച് സ്ഥാപനങ്ങളിൽ ജോലി എടുത്തിട്ടുണ്ട്, ബോംബെയിലും ബാംഗ്ലൂരിലും മറ്റുമൊക്കെ ആയിട്ട്. അതായത് മാനുഫാക്ചറിങ്ങിൽ നിന്നും ലാർസൻ ആൻഡ് ടൂബ്രോയിൽ നിന്നും IT ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറി, അവിടെ നിന്നും യൂണിവേഴ്സിറ്റി റിസർച്ചിലേക്ക് മാറി. ഇന്ന് ഞാനൊരു AI കൺസൾട്ടൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു മൂവ്മെൻ്റ് ആണ്. അതിന് 20 വർഷം എടുത്തു. അപ്പോൾ ഇപ്പം AI നിൽക്കുമ്പോൾ ഞാൻ ഒരു കൺസൾട്ടൻസി തുടങ്ങിയിട്ടുണ്ട്. വസ്തുത എന്നാണ് അതിൻ്റെ പേര്. അത് www.vastuta.co VASTUTA.co. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വസ്തുത അറിയണമെങ്കിൽ ഡോക്ടർ കിരൺ സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ സാറിന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു കൺസൾട്ടൻസി ഉണ്ട്. ആ കൺസൾട്ടൻസി കൊണ്ടുള്ള പ്രയോജനം ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഇത് നടപ്പിലാക്കാം, ഈ ഒരു സാധാരണ ടൂൾ ഉപയോഗിച്ച് നടപ്പിലാക്കാം എന്നുള്ള കാര്യം പറയാം. ഇത് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഇതിന് ഒരു ചരിത്രമുണ്ട്. അതായത് ഇപ്പം ഞാൻ പഠിച്ചത് REC കോഴിക്കോടിലാണ്. ഞാനതിനെ REC കോഴിക്കോട് തന്നെ വിളിക്കുന്നത് കാരണം ഞാൻ ചേർന്നത് REC കോഴിക്കോടിലാണ്. അപ്പം ഈ NIT കാലിക്കറ്റ് എന്നുള്ള ഒരു വാചകം എൻ്റെ വായിൽ അങ്ങനെ പെട്ടെന്ന് വരില്ല. അപ്പം ഞാൻ REC കോഴിക്കോട് തന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചേർന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിലാണ് ശരിക്കും എല്ലാ മുറികളിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ സീനിയേഴ്സിൻ്റെ റൂമുകളിലുണ്ടായിരുന്നത് കൂടുതലും റേഡിയോയും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും 2ാം കൊല്ലം 3ാം കൊല്ലമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 10-15% ആൾക്കാരുടെ കയ്യിൽ 2ാം കൊല്ലത്തിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ റൂമിലുണ്ടായിരുന്നുള്ളൂ. അത് 4ാം കൊല്ലം ആയപ്പോഴേക്കും അത് ഏതാണ്ട് 90% കുട്ടികളുടെ കയ്യിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ അവരുടെ ടേബിളിലുണ്ട്. അപ്പോൾ അത് 2001-2005 കാലഘട്ടമാണ്. നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ആ നോക്കിയ 3310 ഞാൻ കിട്ടുന്നത് എൻ്റെ 3ാം കൊല്ലത്തിലാണ്. അപ്പോൾ അന്ന് ഈ നോക്കിയ വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്നേക്ക് കളിച്ചാണ് നമ്മൾ വളർന്നത്. പിന്നെ ഞാൻ RECയിൽ പഠിക്കുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് ബേസ് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എല്ലാ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷനും നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പറയുന്നതില്ല. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. പക്ഷെ അന്ന് ഉണ്ട് Windows 95 എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും അന്ന് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഉണ്ടായിരുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അതായത് ബുക്കിൽ പ്രിന്റ് ചെയ്ത ഓരോ ഭാഗങ്ങൾ അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത് കറുത്ത സ്ക്രീനാണ്. അതിനകത്ത് കുറേ വെളുത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ തുറക്കണമെങ്കിലും നിങ്ങൾ കമാൻഡ് എടുക്കണം, ഓപ്പൺ ദിസ് വെബ്സൈറ്റ്. അപ്പോൾ അതിൻ്റെ കമാൻഡ് കഴിയുമ്പോൾ അതിൻ്റെ താഴെ എൻ്റർ യുവർ യൂസർ നെയിം, പാസ്വേഡ്. അത് കഴിയുമ്പോൾ മെയിലുകൾ വരുന്നത് എല്ലാം ടെക്സ്റ്റാണ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് മൗസ് പോലും ഇല്ല, ടെക്സ്റ്റ് ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അന്ന് അവിടെ ഒരു മൾട്ടി യൂസർ ഡഞ്ചൻ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. MUD മഡ് എന്ന് പറയും, മഡ്. അപ്പോൾ ഇത് കുട്ടികൾ എല്ലാവരും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിരുന്ന് മഡ് കളിക്കുകയാണ്. ഇത് സാറന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്താ പരിപാടി. കാരണം എല്ലാവരും വളരെ രാത്രി മുഴുനീള രാത്രി ഇരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണ്. അത് അടച്ചു പോകണം എന്ന് പറയുന്ന ആൾക്കാർ, അതായത് എനിക്ക് പോകണം, സ്റ്റാഫ് പറയുന്നത് പോകണം. അപ്പോൾ ഇല്ല 10 മിനിറ്റ് കാരണം വേറെ ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് വരും. അതായത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇദ്ദേഹം ഇവിടെ പോവുകയാണ്, അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഇന്ന ആർമറാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന വാളുണ്ട്. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ ഇതെല്ലാം വായിച്ചിട്ട് അവർ പറയും അറ്റാക്കിന് ഒരു ലെറ്റർ ഞെക്കും D, അല്ലെങ്കിൽ ഇപ്പോൾ ഇടത്തോട്ട് പോകാൻ ഒരു ലെറ്റർ, അല്ലെങ്കിൽ വടക്കോട്ട് പോകാൻ ഒരു ലെറ്റർ. അപ്പം ഇത് കളിച്ച് കുട്ടികൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോഴും മൊബൈൽ ഫോൺ വന്നിട്ടില്ല. അപ്പം ആ കമ്പ്യൂട്ടറിനോടുള്ള ആ ഒരു പ്രേമം നമ്മൾ അന്നോട്ടേ കാണുന്നുണ്ട്. പലരും പറയും നോക്കൂ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ കാര്യമില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ഫാക്കൽറ്റിയായിട്ട് സംസാരിച്ചു. അവരും പറയുന്നു ഇപ്പം UGC തലത്തിൽ അവർ പറയുന്നു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഴയ പോലെ അല്ല, അത് ഉപയോഗമല്ല, പലർക്കും അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കാര്യം എടുത്താലും അത് ഏറ്റവും പ്രയാസമുള്ള കാര്യം നമ്മൾ ടാക്കിൾ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാവുന്ന പറയുന്നത്.
അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് മനസ്സിലാക്കണം എന്നുള്ളൊരിതിൽ AI തന്നെ ചോദിച്ചു, നോക്കൂ ഇതാണ് എൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എനിക്കത് മനസ്സിലായിട്ടില്ല, ഒരു 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 10 വയസ്സുകാരന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എനിക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു തരണം. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അപ്പം പറഞ്ഞാൽ ഇന്ന സബ്ജക്റ്റ് കാൽക്കുലസ് പഠിക്കണം, ലീനിയർ ഓൾജിബ്ര പഠിക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. അപ്പം അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരത് വളരെ ലളിതമാക്കി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു സമയമായപ്പോഴേക്കും എനിക്ക് തോന്നി എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതിനോട് പറയാം, ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അപ്പം ഞാനിപ്പം പറയുകയാണ്, ഇപ്പം എൻ്റെ DC മോട്ടോഴ്സ് അത് ഇങ്ങനെയല്ലേ, അപ്പോൾ പറയാം അത് ശരിയാണ്, ഓ ശരി. അത് കഴിഞ്ഞ് അടുത്ത ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഞാൻ മെക്കാനിക്കൽ പഠിച്ചിട്ടില്ല, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഇത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഈ രീതിയിൽ ഇത് പഠിച്ചു, ഇതിൻ്റെ കണക്കെടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത ഇത് തന്നെയല്ലേ. അപ്പോൾ AI പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എടുത്ത് ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യണം, ഇത് ശരിയല്ലേ, ശരിയാണ്. ഇതിൻ്റെ അതേ പ്രിൻസിപ്പിൾ എടുത്ത് ഞാൻ കമ്പ്യൂട്ടിങ്ങിലും CPU-ലും എല്ലാം, അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു മാഡ് മാനിനെ പോലെ നോക്കുകയാണ്. ഇതെല്ലാത്തിലും വന്നപ്പോൾ ഇതിന്റെ എല്ലാം ലാസ്റ്റ് വന്നൊരു ഉത്തരം എന്താ പറയുക, ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിൽ വന്നു. അതെ, ഇതൊരു അദ്വൈതം തന്നെ പറഞ്ഞു. അപ്പം അദ്വൈതത്തിൽ പറയുന്നു രണ്ടല്ല. അപ്പം അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് അദ്വൈത, എല്ലാത്തും ഒന്നാണ്. അപ്പം ഒന്നിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. അത് പറയുകയാണെങ്കിൽ കാൽക്കുലസ്, ലീനിയർ ഓൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. അപ്പം അങ്ങനെ ഞാൻ ഇവരായിട്ട് ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവരും പറയും, നീ ലീനിയർ ഓൾജിബ്രയൊക്കെ നമുക്കിതൊന്നും താല്പര്യമില്ല, ഇതൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പം അതെ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കോളേജിൽ ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് ക്ലബ് എന്നൊക്കെ കുറച്ച് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു ക്ലബ് സംസ്കാരമുള്ളൊരു കോളേജാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് ക്ലബ് LND എന്ന് വിളിക്കും. അപ്പോൾ LNDയിൽ ഞാനൊരു സജീവ അംഗമായിരുന്നു. അത് കാരണം സ്റ്റേജ് ടോക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജാം, ജസ്റ്റ് എ മിനിറ്റ്, അപ്പം അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ്, പെട്ടെന്നുള്ള സ്ലോഗൻസ് ഉണ്ടാക്കുക, ഈ പരസ്യവാചകങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുക, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലുണ്ടായത് കാരണം അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ ഞാൻ ക്ലാസ്സിൽ അത്ര ഒരു 60 പേരുള്ള ക്ലാസ്സിൽ എൻ്റെ റാങ്ക് 40ആണ് അതുവരെ. അപ്പം 40ാം റാങ്കുള്ള ഒരുത്തൻ ലീനിയർ ഓൾജിബ്ര പറയുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്ര നല്ലതല്ല. അപ്പം ഞാൻ പറയണത് ഇത് ഞാൻ പറഞ്ഞു തരാം, അത് 2 ലൈനിൽ പറഞ്ഞുതരാം, ഇതാണ് മനസ്സിലായോ? ആ മനസ്സിലായോ, ഇത് മനസ്സിലാവുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ അടുത്ത് ഇത് പറയാം, മനസ്സിലാവുന്നുണ്ടോ? ആ അതെ. അപ്പോൾ ആ ഗ്രൂപ്പിലും എന്ന് പറഞ്ഞാൽ എന്നേക്കാളും നല്ല അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ പതുക്കെ എൻ്റെ തിയറികൾ ഇറക്കാൻ തുടങ്ങി. ഇങ്ങനൊരു തിയറി ഉണ്ട്, അത്തരം ഒരു തിയറി ഉണ്ട്, ഇത്തരം ഒരു തിയറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല തിയറികൾ പറയുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ ആ വെബ്സൈറ്റ്, അപ്പോൾ ഒരാൾ പറഞ്ഞു, നോക്കൂ നീ AI ഇത്രയും സംസാരിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും. അവർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ ഗ്രൂപ്പിൽ, അവർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പം വിനോദ് ജോസ് എന്നൊരു സുഹൃത്തുണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പം പുള്ളി കേരളത്തിൽ പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നോൺ ഇൻവെസ്റ്റർ, എൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നോക്കൂ ഐ ലൈക്ക് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ തിങ്. അപ്പം ഞാൻ ഒരു എമൗണ്ട് തന്നു, ഇത് ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. ഒരു വെബ്സൈറ്റാണ് vastuda.co എന്ന് പറഞ്ഞൊരു ഡൊമെയിൻ എടുത്തു. വസ്തുത എന്ന് ഉദ്ദേശിക്കുന്ന കാരണം ഒരു മലയാളം വാക്ക്, ഇതാണ് ഇതിൻ്റെ വസ്തുത, ഇതാണ് വസ്തുത. വാർത്തകളിലൊക്കെ സ്ഥിരം പറയും എന്താണ് വസ്തുത. അപ്പം വസ്തുത എന്നൊരു സാധനം, അതിനകത്ത് തന്നെ ഒരു വെബ്സൈറ്റ് തട്ടിക്കൂട്ടി. പിന്നീട് പറഞ്ഞു ഇതിന് കുറച്ച് നല്ല ഡിസൈനൊക്കെ വേണം. ഒരു ഡിസൈനറെ ഞാൻ ഫ്രീലാൻസ് വഴി ഒരു ഡിസൈനറെ കണ്ടെത്തി. അദ്ദേഹം മീററ്റിലുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴേക്കും ഒരു 15,000 രൂപയ്ക്ക് ഒരു ഡിസൈൻ വന്നു. കുറേ ലക്ഷക്കണക്കിന് രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും ആ വെബ്സൈറ്റ് 3-4 റൗണ്ട് ഇത് വന്നു. പിന്നെ ആദ്യം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ആർട്ടിക്കിളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വരുന്നത്. ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ സീരിയസിൽ എടുക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ഓരോ ആഴ്ചയിലും അവർക്കൊരു ന്യൂസ് കൊടുക്കണം, ഒരു വെബ്സൈറ്റ്, ഒരു ആർട്ടിക്കിൾ കൊടുക്കണം. ആർട്ടിക്കിൾ കൊടുത്താൽ മാത്രം പോരെ, ഇതെൻ്റെ സുഹൃത്തുക്കളാണ്, അതും എല്ലാം RECക്കാരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ തന്നെ വേണം. അപ്പോൾ അതൊരു പ്രഷറാണ്. കാരണം സുഹൃത്തുക്കൾക്ക് മുഖത്ത് നോക്കി എന്തും പറയാം. ആർട്ടിക്കിൾ മോശമാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ പറയും ഇത് മോശമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അടുത്ത ആഴ്ചത്തെ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ തുടങ്ങും. ഇങ്ങനൊരു സാധനമുണ്ട്, അങ്ങനൊരു സാധനമുണ്ട്, ഇങ്ങനൊരു സാധനമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഓൺലൈൻ ഡോക്ടറേറ്റുകളും നോക്കുന്നുണ്ടായിരുന്നു, ഓൺലൈൻ ഡോക്ടറൽ പ്രോഗ്രാംസ്. അപ്പം ഞാൻ MBA പഠിച്ചതും അങ്ങനെ ഒരു ഓൺലൈൻ MBA ആണ്. അതും 2019 പഠിച്ചത്. ഓൺലൈൻ MBA പഠിക്കുമ്പോഴും ഏതാണ്ട് 35-ന് മുകളിൽ പ്രായമുണ്ട്. അപ്പോൾ അത് ഞാൻ തീർത്തു. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഒരു ഡോക്ടറേറ്റും കൂടെ ആകും, ഓൺലൈൻ അല്ലേ എന്തായാലും, എടുത്തു ഓൺലൈൻ ഡോക്ടറേറ്റ്.
അപ്പം ഡോക്ടറേറ്റ് വന്നപ്പം ഞാൻ നോക്കുമ്പോൾ ഡോക്ടറേറ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എഴുതുന്ന ബ്ലോഗ് പോലെ തന്നെയാണ് ഡോക്ടറേറ്റിലും. നമ്മളൊരു ഒരു ഒരു ഹൈപ്പോത്തിസിസ് പറയണം, അത് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം. ഹൈപ്പോത്തിസിസ് പറയണം, ഡിഫെൻഡ് ചെയ്യണം. അപ്പം ഓൺലൈൻ ആകുമ്പം അപ്പം ഞാൻ ഡോക്ടറേറ്റും വെബ്സൈറ്റും രണ്ടും കൂടെ ഏതാണ്ട് പാരലായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു റിസർച്ച് പ്രോജക്റ്റ് ആയി തുടങ്ങി. അപ്പം അതെ. അപ്പം എൻ്റെ ഡോക്ടറൽ പ്രോഗ്രാം 3 വർഷം കൊണ്ട് ഇപ്പം തീർത്തു. ഇപ്പോൾ ഡോക്ടറൽ പ്രോഗ്രാം AI, ചാറ്റ് GPT, പിന്നെ എൻ്റെ ജോലി, ഇതെല്ലാം ഒരു ലൈനിൽ പോവുകയാണ്. അപ്പോൾ എല്ലാം ഏതാണ്ട് ഒരു ഒഴുക്കിൽ പോവുകയാണ് എല്ലാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടായിട്ട് AI ഉണ്ട്. അത് കാരണം AI മനസ്സിലാക്കണം. AIയും ഫണ്ടമെൻ്റലി കണക്കാണ്, ഇതല്ലാതെ ഒരു മാജിക് ഒന്നുമല്ല. അപ്പോൾ AIൻ്റെ കണക്ക്, അപ്പോൾ അതെങ്ങനെ കണക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ആ കണക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെങ്ങനെ നിങ്ങൾ ഇപ്പം ഒരു എൻജിനീയറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ മുന്നിൽ എന്താണോ ഉള്ളത് അതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു എൻജിനീയർ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയും. ഡിഫൈൻ യുവർ പ്രോബ്ലം ഫസ്റ്റ്. അപ്പം ഡെഫിനേഷൻസ് കൊടുക്കുമ്പോൾ ഒരു കണക്ക് പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു കണക്കുണ്ടായിരിക്കണം. കണക്കില്ലാതെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഫൈനലി അതിനൊരു കണക്കിൽ കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ അത് ഡെഫിനേഷൻ ഇസ് ഡൺ. അപ്പം AI-നേക്കാളും നല്ലൊരു കണക്ക് മാഷ് പ്രപഞ്ചത്തിലില്ല. അത് ഞാൻ ബെറ്റ് വയ്ക്കാം എന്ന് പറയാം. എൻ്റെ അനുഭവത്തിൽ AI-നേക്കാളും നല്ലൊരു കണക്ക് മാഷില്ല. എനിക്ക് വളരെ നല്ല കണക്ക് മാഷന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ചു വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന കണക്ക് മാഷന്മാർ എനിക്കിപ്പോഴും അവരോട് നല്ല ബഹുമാനമാണ്. അപ്പം ഞാൻ ആ സാറന്മാരെ നമിക്കുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, സാറിനോട് ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ലാതെ AI പോലെ കണക്ക് മാഷ് വേറെ ഇല്ല. പിന്നെ ഞാൻ സാൽ ഖാൻ, അതായത് ഖാൻ അക്കാഡമി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു സൽമാൻ ഖാൻ ഉണ്ട്. അപ്പം അദ്ദേഹമാണ് ഖാൻ അക്കാഡമി എന്ന വെബ്സൈറ്റ്. അപ്പം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു എഡ്യൂക്കേറ്ററായിട്ട് അദ്ദേഹത്തെയും കാണുന്നുണ്ട്. അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ ഒരു ബംഗ്ലാദേശിയാണ് ആക്ച്വലി. പിന്നെ അദ്ദേഹം അമേരിക്കയിലാണ്. അതായത് അനേകം ഡിഗ്രികളുണ്ട്. ഹാർവേഡ്, MIT, സ്റ്റാൻഫോർഡ് ലെവലിലുള്ള ഡിഗ്രികൾ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടി സാധാരണക്കാരെ അദ്ദേഹം കണക്ക് പഠിപ്പിക്കുന്നു. അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ടെക്നോളജിയിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ജോലി ചെയ്തിരുന്നു അമൃത വിശ്വവിദ്യാപീഠത്തിൽ. അപ്പം സാൽ ഖാൻ്റെ വർക്ക് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്ക് ഞാൻ കുറേ കാണുന്നുണ്ട്. എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പം AI വന്നപ്പോഴേക്കും അത് എന്താ പറയുക, ഒരു ദാഹം അത് അവിടെ തീരുകയാണ്. കാരണം അവർ പറഞ്ഞു ഇതാണ് നിനക്ക് കേൾക്കേണ്ടത്. അപ്പോൾ ആ യൂട്യൂബ് വീഡിയോസിനേക്കാൾ ഒരു തലത്തിൽ മുകളിലാണെന്ന് പറയാം, ഒരാളുടെ തലത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ AI ഉപയോഗിച്ച് വസ്തുത ഡെവലപ്പാക്കാൻ തുടങ്ങി. അപ്പോൾ ആഴ്ചതോറുള്ള ആർട്ടിക്കിൾ മാറി. എനിക്ക് പിന്നെ എഴുതാനുള്ള ത്വര കുറച്ച് കൂടുതലാണ്. അത് AI ഉപയോഗിക്കാനുള്ള ത്വര അതിലും കൂടുതലാണ്. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 10-15 ആർട്ടിക്കിൾ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ അത് 700-ൽ പരം ആർട്ടിക്കിളുണ്ട്, എഴുതി കഴിഞ്ഞു. അത് 700-ൽ നിർത്താനുള്ള കാരണം ആർട്ടിക്കിളുകൾ അതിനകത്ത് നമ്മൾ ഓരോന്നിനും ഇമേജ് കൊടുക്കണം. അപ്പം എനിക്ക് എൻ്റെ സെർവർ സ്പേസ് തീരാൻ തുടങ്ങി. അപ്പം 50% ഇനി ഞാൻ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരുന്ന സെർവർ വാങ്ങണം. അതിനിപ്പം വീണ്ടും കാശ് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണ്. അല്ലെങ്കിൽ അത് 70,000 ആയാണ്. ഇപ്പം അതിപ്പോൾ 700-ൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി വളരുന്നു. കരുനാഗപ്പള്ളിക്ക് ഇപ്പം ഹൈവേ വരുന്നു. അതുപോലെ എല്ലാം മുഖച്ഛായ മാറുന്ന കരുനാഗപ്പള്ളി. ഈ കരുനാഗപ്പള്ളിയെ AI സാങ്കേതിക വിദ്യ ഇല്ലെങ്കിൽ സാറിൻ്റെ ഒരു വിഷനിലുള്ള കരുനാഗപ്പള്ളി ആക്കാൻ, ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു കട തുടങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ് എങ്ങനെ ഏറ്റവും വളരെയധികം ലാഭകരമാക്കാം, അതും ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടൻസി ആണല്ലോ സാർ തുടങ്ങുന്നത്. അപ്പൊ അത് എങ്ങനെ ഒരു സാധാരണക്കാരൻ സാറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും? സാർ എങ്ങനെയായിരിക്കും അതിനെ ഒരു സോൾവ് ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പോൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ബിസിനസ് സെൻ്ററാണ്. സ്മോൾ ബിസിനസ്സിന് വേണ്ടത് എന്താണ്? ഇപ്പം നമുക്ക് ഇൻകം കൂടുതൽ വേണം. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേഗം നമുക്ക് എത്രയും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയാണ് കരുനാഗപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്തുള്ള വിജയം. ഇപ്പോൾ നിങ്ങൾ കരുനാഗപ്പള്ളിയിലെ പോലുള്ള കടകൾ ഏതൊക്കെയാണ്? ഇപ്പം ഇവിടെ നിങ്ങൾക്ക് തുണിക്കടകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സർവീസ് ചെയ്യുന്ന കടകളുണ്ട്, ഇപ്പം വണ്ടികളുടെ കടകളുണ്ട്, വണ്ടികളുടെ സർവീസിങ്ങുകളുണ്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കുന്ന കടകളുണ്ട്, പിന്നെ ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്, PSC വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്.
അപ്പം ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം അതായത് ഇവിടെയുള്ള പൗരന് നമുക്കധികം ചാർജ് ചെയ്യാൻ പാടില്ല, അതായത് അമിത ലാഭം എടുക്കാനും പറ്റാതെ എന്നാൽ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്കിപ്പം ശരി ഞാൻ പഴയതുപോലെ അഡ്വർടൈസിങ് കൂട്ടി മാർക്കറ്റിംഗ് കൂട്ടി ഞാൻ എല്ലായിടത്തും പരസ്യം പതിപ്പിച്ച് ആൾക്കാരെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പുതിയ മെത്തേഡുകൾ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ 2 ബിസിനസ്സുകാരുണ്ട്. അപ്പം അവർക്ക് ഇപ്പം ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിലായിരിക്കാം പല ബിസിനസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കെട്ടിടം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാവും, അവർക്കൊരു ഹാളുണ്ട്. അവിടെ ഇപ്പം ഒരു പാർലർ ഉണ്ടാവാം, അവർക്ക് അതുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പ്രിൻറ്റിങ് പ്രസ് ഉണ്ടാവാം, അതവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഒരു കമ്പ്യൂട്ടർ ഹാൾ ഉണ്ടാവാം, അവർക്ക് കുറേ കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പം നമ്മൾ റിസോഴ്സസ് പൂള് ചെയ്യാം. ഇപ്പോൾ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരും പരസ്പരം ഉപയോഗിക്കുന്ന ആൾക്കാരും ആണെങ്കിൽ ട്രെയിനിങ് സെൻറ്റർ ഇപ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ട്രെയിനിങ് കൊടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ പോലെ, അതായത് ഓക്കെ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളുണ്ട്, അപ്പം അദ്ദേഹത്തിന് ഇപ്പം വ്ളോഗർ ആവാം. അപ്പോൾ വ്ളോഗർക്ക് കണ്ടന്റ് വേണം, മറ്റേയാൾക്ക് ബിസിനസ്സും വേണം. അപ്പോൾ ഇത് രണ്ടും ചേർക്കുക. ഇപ്പം ഇത്തരത്തിൽ ആശയങ്ങൾ AI പറയാൻ പറ്റും. ഇപ്പം ഞാനിപ്പം പറയുകയാണ്, നോക്കൂ ഇപ്പം ഇവിടെ ഒരു കെട്ടിടമുണ്ട്, ഇപ്പം ഒരു ആർക്കേഡ് ഒരു കെട്ടിടമുണ്ട്, അതിനകത്ത് ഇത്ര കടകളാണുള്ളത്. ഇപ്പം ഞാനിപ്പോൾ AI ചോദിക്കുകയാണ്, ChatGPT അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്തൊരു മോഡലിനോട് ചോദിക്കുകയാണ്. മോഡലിനെ ഉദ്ദേശിക്കുന്നത് ഈ AI മോഡലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മോഡലാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ ഒരു സ്വർണ്ണക്കടയുണ്ട്, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, 2 ഇൻഷുറൻസ് ഏജൻസീസ് ഉണ്ട്, ഒരു ബാങ്ക് ഉണ്ട്, പിന്നെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ട്, ഒരു ഹോളും ഉണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, അവർക്കൊരു ഹോളുണ്ട്, അതിൻ്റെ വലത് സൈഡിലായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ പുറകിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ AI കാണുന്നത് ഓക്കെ എനിക്ക് ഇത്രയും ഇൻപുട്സ് ഉണ്ട്, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിനൊരു ഇക്വേഷൻ പോലെ ഇതെങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറയാൻ നോക്കൂ, ഇവിടുത്തെ ഹോള് ഇതിനിങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ഇത് കൊടുക്കുക. അപ്പം മൂല്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. മൂല്യം എപ്പോഴും അതൊരു ഫിനാൻഷ്യൽ മൂല്യം തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഡെഫേർഡ് വാല്യൂ എന്ന് പറയും. ഇപ്പം 2-3 സംരംഭകർ അല്ലെങ്കിൽ 2-3 കച്ചവടക്കാർ അവരുടെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ഗെയിൻ, അതായത് വളരെ അടുത്തുള്ള എൻ്റെ ലാഭം നോക്കാതെ 2-3 പേര് ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർക്കും ഗുണം കിട്ടിയേക്കാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കച്ചവടത്തിനൊന്നും കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ എല്ലാവർക്കും കൂടുതൽ സ്കോപ്പ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം നിങ്ങളെ പറ്റിയുള്ള അവയർനെസ് കൂടും. അപ്പം നമ്മൾ ഈ ഇന്നോവേറ്റീവ് ബിസിനസ് എന്ന് പറയും, എക്സ്പെരിമെൻ്റൽ ബിസിനസ് എന്ന് പറയാം. അപ്പം ആദ്യം വേണ്ടത് ഒരു വിശ്വാസമാണ്. ശരി, ഇപ്പം ഞാനൊരു കൺസൾട്ടൻസിയാണ്, ഞാൻ പറയണം നിങ്ങൾ 2 പേരും എന്തായാലും ബന്ധുക്കളാണ്, 2 ബിസിനസ്സുകാരാണ്, ബന്ധുക്കളാണ്. നിങ്ങൾക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടാവില്ല എങ്ങനെ ഈ 2 ബിസിനസ്സും കൂട്ടി യോജിപ്പിക്കാമെന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ കടയുണ്ടാവാം, രണ്ടാമത്തെ ഒരാൾക്ക് ചിലപ്പം ഒരു ക്യാമറ വിൽക്കുന്നൊരു കടയുണ്ടാവാം. അപ്പോൾ ശരി അയാളുടെ വണ്ടി ബിസിനസ്സാണ്, എൻ്റെ ക്യാമറ ബിസിനസ്സാണ്. പക്ഷേ ഈ 2 ബിസിനസ്സുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റീൽസ് ഉണ്ടാക്കുന്ന ഒരു യുവാവ് ഉണ്ടെന്നിരിക്കട്ടെ, അവർക്കിത് 2 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3 പേർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും പല ബിസിനസ്സുകൾക്കും സിസ്റ്റം ഇല്ല എന്ന് പറയും. നമ്മൾ കൊച്ചിലെ തൊട്ടേ പറയുന്നതാണ്, നമ്മളാണെങ്കിൽ ഈ സ്കൂളിൽ ഒരു സിസ്റ്റം ഇല്ല, ആ ബിസിനസ്സിൽ സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്ന സാധനവും അതങ്ങനെ ഓർഗാനിക് ആയിട്ടുണ്ടാവുന്നൊരു കാര്യമല്ല. ചിലപ്പോൾ നമുക്ക് സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും. അതും നമുക്കിപ്പം ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ നടക്കുന്ന സിസ്റ്റം രണ്ടാമതൊരു കച്ചവടത്തിൽ നടക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും. അതിന് ആദ്യം വേണ്ടത് ഇപ്പോൾ ഒരു മനുഷ്യൻ ആ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് അത്രയധികം ക്രിയാത്മകമായിട്ടുള്ള ശക്തി വേണം, അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള നോളജ് വേണം. അപ്പം എല്ലാവരും ഒന്നും MBA പഠിച്ചിട്ടില്ല. MBA പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശരി ഞാനൊരു 10 പുസ്തകം വായിച്ചിട്ടുണ്ടാവാം. ഒരു 1000 പുസ്തകം വായിച്ച ഒരാളുടെ അറിവ് നമുക്ക് എന്തായാലും ഇല്ല. അപ്പോൾ 1000 പുസ്തകങ്ങൾ വായിച്ച അറിവ് AI-ക്കുണ്ട്, 1000 ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച അറിവ് AI-ക്കുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ അതായത് AI ഉപയോഗിച്ചൊരു സിസ്റ്റം, ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഒരു ഹോട്ടൽ ഉടമയായിരിക്കാം. അയാൾ ശരി കുഴിമന്തിയും ദോശയാണ് വിൽക്കുന്നത്. ഇപ്പോൾ ഈ കുഴിമന്തിയും ദോശയും അയാൾക്ക് ഒരു ദിവസം കിട്ടുന്നത് ചിലപ്പം ആയിക്കോട്ടെ 20,000 രൂപയായിരിക്കാം. പക്ഷേ ഈ ഒരു സിസ്റ്റം മാറ്റി വേറെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ 20,000 രൂപ ചിലപ്പം 27,000 രൂപയായേക്കാം.
അപ്പോൾ ആ സിസ്റ്റം എങ്ങനെ വരും? അപ്പോൾ അതിനൊരു എക്സ്പെരിമെൻ്റ് ആണ്. ശരി, നിങ്ങൾ ഈ സിസ്റ്റം ഒരു മാസം ഓടിച്ചു നോക്കൂ. അതിപ്പോൾ AI ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളത്, എൻ്റെ കയ്യിൽ ഇത്രയും ചട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കിച്ചൺ ഇത്രയും വലുപ്പമുണ്ട്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്, എനിക്ക് ഇത്രയും ചിലവുകൾ വരുന്നുണ്ട്, ഓവർ ഹെഡ്സ് എന്ന് പറയും, ഇത്രയും ചിലവുകൾ വരുന്നുണ്ട്, അപ്പോൾ എനിക്കതെങ്ങനെ മാറ്റാം? ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു സോളാർ റൂഫ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് ബില്ല് കുറഞ്ഞെന്ന് വരും. അപ്പോൾ അങ്ങനെ കറണ്ട് ബില്ല് കുറയ്ക്കാം. കരുനാഗപ്പള്ളിയിൽ ആവശ്യത്തിലധികം വെയിലുള്ള സ്ഥലമാണ്. സോളാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം കറണ്ടിലൂടെ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു AC ഉണ്ട്. അപ്പം ആ AC-യിൽ നിങ്ങൾക്ക് ചിലപ്പോൾ AC കംപ്രസറിന് നിങ്ങൾക്ക് ചിലപ്പം അത് കൂടുതൽ പവർ എടുക്കുന്നുണ്ടാവും. അത് കാരണം കറണ്ട് ബില്ല് കൂടുന്നുണ്ടാവാം. അപ്പം നിങ്ങളുടെ ലാഭം ശരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തിന് എത്ര ചിലവാക്കുന്നു എന്നുള്ളതായിരിക്കില്ല. ചിലപ്പോൾ അത് കറണ്ട് ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പം ശരി, കറണ്ട് ബില്ലാണ് ഈ ഹോട്ടലിൻ്റെ പ്രശ്നമെങ്കിൽ തൊട്ടടുത്ത കടയിൽ ചിലപ്പോൾ സോളാറിൻ്റെ കൺസൾട്ടൻസി ആയിരിക്കാം, അയാൾക്ക് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു പരസ്പര സഹകരണം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഒരു സഹകരണത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നതും, അതായത് ഇപ്പം ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്ന് പറയുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എല്ലാവരും മത്സരിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഒരു അലയൻസ്, ഇപ്പം രാഷ്ട്രീയത്തിലാണെങ്കിൽ അലയൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 2-3 പേർക്ക് അലയൻസ് ഉണ്ടാക്കാം എന്നും പറഞ്ഞാൽ അതൊരു സ്ട്രിക്റ്റ് അലയൻസ് ആവണമെന്നില്ല. പിന്നെ എഞ്ചിനീയറിംഗിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലൂയിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ സിസ്റ്റംസ് എന്ന് പറയും. എങ്ങനെ നിങ്ങൾക്കൊരു ഫ്ലെക്സിബിൾ സിസ്റ്റം ഉണ്ടാക്കാം? ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ അല്ല, അത് റിജിഡ് സ്ട്രക്ചേർഡ് ആണ്. ഇങ്ങനെയാണ് എൻ്റെ സിസ്റ്റം, ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ശരി, കാലാവസ്ഥയ്ക്കനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ നോർത്ത് ഹെമിസ്ഫിയറിലുള്ള വിൻ്ററാണ്. ഒരു ഒക്ടോബർ തൊട്ട് ഫെബ്രുവരിയാണ് ടൂറിസ്റ്റ് സീസൺ. അപ്പം കരുനാഗപ്പള്ളിയിലും ടൂറിസ്റ്റുകൾ വരുന്നത് ആ സമയത്താണ്. കാരണം ഇവിടെ നിന്ന് അപ്പോൾ കാലാവസ്ഥ അത്രയും ചൂടല്ല, മഴ പോയി. അപ്പം ഇവിടെ നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ബീച്ചുകളുണ്ട്, അല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ അപ്പോൾ ഡ്രൈവിനും മറ്റൊക്കെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളെല്ലാം വിദേശികളാവണമെന്നില്ല. ചിലപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ കരുനാഗപ്പള്ളി വരുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വടക്കുന്നുള്ള ആൾക്കാർ കരുനാഗപ്പള്ളി ഏരിയയിൽ വരുന്ന സമയമായിരിക്കാം. ആ സമയത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാവാം. ആ സമയത്ത് നിങ്ങൾ കരുനാഗപ്പള്ളിക്ക് നിങ്ങൾ ഒരു ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി ഉള്ള സമയത്ത് എന്ത് വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്? ഇപ്പം ഒരു ഓട്ടോമൊബൈൽ ഡീലർ ആവാം, നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ വ്ളോഗർമാർ കൂടുതലുണ്ടാവാം, വ്ളോഗർമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇവർ 2-3 പേരെ കാണുമ്പം നിങ്ങൾക്ക് അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? അപ്പം അത്തരം പ്ലാറ്റ്ഫോംസ് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ പ്രയാസമല്ല. അല്ലെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ പോലത്തെ നഗരങ്ങളിൽ മീറ്റപ്പ് സംസ്കാരമുണ്ട്, മീറ്റപ്സ് എന്ന് പറയും. അപ്പം ഇവിടെ തന്നെ ഇപ്പം യുവാക്കളുടെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ യുവാക്കൾ എല്ലാവരും പോയി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കരുനാഗപ്പള്ളിയിലും ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം യുവാക്കളുണ്ട്. യുവാക്കൾക്ക് പരസ്പരം കാണുവാനും അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് വേണ്ട ഭക്ഷണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് കടയൊന്നും കൊടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ അവരുടെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ മീഷോയിൽ വെക്കുന്നു, അങ്ങനെ വെക്കുന്നു. അപ്പം നമ്മൾ വലിയ കടകളുടെ ഒരു സഹകരണം കണ്ടു. ഈ ചെറിയ ആൾക്കാർ ഇന്ന് മാർക്കറ്റിംഗ്, ഇപ്പം താങ്കൾ മീഡിയ ആണ്, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും മീഡിയ തന്നെ വേണമെന്നില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഇൻഫ്ലുവൻസർക്ക് 1 ലക്ഷം ഫോളോവേഴ്സ് വേണമെന്നില്ല. ഒരു 200 ഫോളോവർ ഉള്ള ഒരു ഇൻഫ്ലുവൻസർക്കും സാധ്യതകളുണ്ട്. കാരണം അയാളുടേതായിട്ടുള്ള 10 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം 200 ഫോളോവർ ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം നടത്തുന്ന ഒരു വ്യക്തി, അയാൾക്ക് ചിലപ്പോൾ പ്രായം ചിലപ്പം ഒരു 18 വയസ്സേ കാണുള്ളൂ. അതേസമയം ഒരു പൂക്കട നടത്തുന്ന ഒരു വ്യക്തി ഉണ്ട്. ഇവിടെ പൂക്കടകൾ കുറേ ഉണ്ട്, പുഷ്പങ്ങൾ വിൽക്കുന്ന കടകൾ. അപ്പം ഒരു പൂക്കട വിൽക്കുന്ന ഒരു 50 വയസ്സായ ഒരു പുരുഷന് ഇപ്പം പറയാം, നോക്കൂ, ഇൻസ്റ്റാഗ്രാം ഫോളോവർ ഉണ്ട്, 200 ഫോളോവേഴ്സാണ്. അവർക്ക് നിങ്ങൾ എൻ്റെ പൂക്കടയിൽ നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കൂ, അതുകൊണ്ട് മാത്രം ചിലപ്പം അയാളുടെ കുറച്ച് പൂക്കൾ പോകാം. അതെ. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും അത് ലോജിക്കൽ അല്ലേ, അത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതല്ലേ. അപ്പം ചിലപ്പം വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്കിപ്പോൾ AI പോലത്തെ ഒരു കാര്യം കൊടുക്കുമ്പം അതിനകത്ത് പ്രോംപ്റ്റിംഗ് എന്ന് പറയും. നിങ്ങൾ എങ്ങനെ അതിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പം ഞാനിപ്പം വെറുതെ നിന്നിട്ട് ഇപ്പം ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ഇടത്തുനിന്ന് വലത്തേക്ക് കണ്ണോടിക്കുമ്പോൾ ഞാനൊരു 20ഓളം കടകൾ കണ്ടെന്നിരിക്കുക.
അപ്പം ഞാൻ ഓരോ കടയുടെ പേരും നോക്കിയിട്ട് ഇതിന് കൊടുത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അതപ്പം തന്നെ ഒരു സൊല്യൂഷൻ പറയും. നടക്കുന്നതാവും നടക്കാത്തതാവാം. പക്ഷെ ഞാൻ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഈ കടകളിൽ തന്നെ പോയിട്ട് പറയണം, നോക്കൂ ഈ കടയും ആ കടയും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്, അറിയാം അതെൻ്റെ കസിനാണ്, എന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ, ഓ ശരിയാണല്ലോ, അത് നമുക്ക് ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ കൊടുക്കുന്നത്. പക്ഷെ അതിന് ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും എ ഐയിൽ ഇത്തരം ചിലപ്പോൾ ആശയങ്ങൾ വന്നത് ഇരിക്കാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ. കാരണം അത് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനും ഒരു രീതി ഉണ്ടാവണം. അപ്പോൾ അത് ബിസിനസ്സിൽ അങ്ങനെയായി. ഇതുപോലെ തന്നെ നമുക്കിപ്പം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, നമ്മുടെ റോഡുകളായിക്കോട്ടെ, ഓടകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രീറ്റ് ലൈറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി, ലോ എൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവിടെ ക്രൈം ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ കുറയ്ക്കാൻ പറ്റുന്ന രീതികളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സേഫ്റ്റി അതായിക്കോട്ടെ, അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് അങ്ങനെ പലതരം സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പറ്റും. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ, ചിലപ്പം കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു സ്മോൾ ടൗൺ തന്നെ പറയാം. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷൻ എത്ര, ഒരു 70,000 പേരുണ്ടെന്നിരിക്കട്ടെ. അപ്പം കൊല്ലം എന്ന് പറയുമ്പം ചിലപ്പം ഇതിൻ്റെ ഒരു 3-4 ഇരട്ടി ഉണ്ടാവാം. കൊച്ചി എന്ന് പറയുമ്പോൾ ഒരു 10 ഇരട്ടി ഉണ്ടാവും. എനിക്ക് നമ്പർ വ്യക്തമല്ല, എന്നാലും ഞാൻ ഊഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടും നമുക്ക് എല്ലാവരുടെ ഹിസ്റ്ററി അറിയാം. ഇപ്പോൾ ഇവിടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുമോ, ഇയാളുടെ ബന്ധുവിനെ എനിക്കറിയാം, അല്ലെങ്കിൽ അയാളുടെ ഒരാളെ കൂടെ ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. കൊച്ചിയിൽ ചിലപ്പോൾ അത് സാധ്യമായിരിക്കില്ല, കാരണം എല്ലാവരും അങ്ങനെ സ്ട്രേഞ്ചേഴ്സാണ്. അപ്പം നമ്മളിപ്പോഴും ആ ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടില്ല ഇവിടെ. നമുക്കിപ്പോഴും പലരും തമ്മിൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തദ്ദേശീയ സ്വയംഭരണ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ, പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാവരും നമ്മുടെ തന്നെ ആൾക്കാരാണ്. അവർക്ക് തന്നെ ബിസിനസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു മിക്സാണ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിലും ഇയാൾ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇയാൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്, അത്രയെങ്കിലും അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെൻറ് കാര്യങ്ങളായിക്കോട്ടെ, കച്ചവടമായിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബന്ധങ്ങൾ ഇന്നും ഉണ്ട്. ആ ബന്ധങ്ങൾ നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് ആ ബന്ധങ്ങളുടെ ശക്തി കൊണ്ട് നമുക്ക് വളരെ വലിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാൻ പറ്റും, പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പം വിജയിച്ച് അതായത് ഒരു 10 പരീക്ഷണങ്ങളിൽ ഒരു 2 എണ്ണം വിജയിച്ചാൽ തന്നെ അത് നമുക്ക് വീണ്ടും ആ വിജയിച്ച കാര്യങ്ങളുടെ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും പരീക്ഷിക്കാം. അങ്ങനെ നമ്മൾ പലതരം പരീക്ഷണം നടക്കുകയും അതിനകത്ത് നമുക്ക് പഞ്ചായത്ത് മെമ്പർമാരെ ഉൾപ്പെടുത്താം, മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്താം, ഇതുപോലെ കർഷകരെ ഉൾപ്പെടുത്താം, ടൂറിസം വികസനം ഉൾപ്പെടുത്താം, യുവാക്കളെ ഉൾപ്പെടുത്താം, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉൾപ്പെടുത്താം. അതായത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഒരു മികച്ച ഒരു നാടായിട്ട് മാറ്റാൻ പറ്റും. അയ്യോ, കരുനാഗപ്പള്ളി ഞാൻ പറയാം, അതെ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പറയാം, പക്ഷെ കരുനാഗപ്പള്ളി ഒരു മോഡൽ നഗരമാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് അതിന് സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മളൊരു ഗ്രോത്ത് ട്രാജക്ടറിയിലാണ്. അപ്പോൾ കരുനാഗപ്പള്ളി ഒരു ഇന്ത്യൻ മോഡൽ ടൗൺ ആക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. വളരെ അതെ വളരെയധികം സാധ്യത. ഇതാണ് ഞാനിപ്പം ഒരു റിസർച്ചർ എന്ന നിലയിലാണ് ഇന്ന് പറയുന്നത്. അതായത് AI-ക്ക് സാധ്യതകൾ കൂടുതലാണ്. ഞാനിതൊരു ഹൈപ്പോത്തീസിസ് എന്ന ലെവലിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെയും ഞാനത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പം എൻ്റെ ആക്ഷൻസ് കൊണ്ട്, അതായത് എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ പ്രൂവ് ചെയ്യാണ്. ഇപ്പോൾ AI തരുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ, അപ്പം ഞാൻ കാണുന്നു കുറേ കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങൾ AI മാത്രം പോരാ, ഇതിന് പുറകിലൊരു മനുഷ്യനും വേണം. ഒരു മനുഷ്യൻ പോരാ, അനേകം മനുഷ്യർ വേണം. അവരുടെ ബുദ്ധിയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു മെഷീൻ്റെ ബുദ്ധിയും ചേർക്കുമ്പോൾ ഹ്യൂമൻ AI ഇൻട്രാക്ഷൻ എന്ന് പറയും. അത് ചേർത്ത് ഇവിടെ ഒരു സമൂഹം കൂടെ ചേരുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങളൊരു ഒന്നിച്ച് നിങ്ങളിടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ അതിനൊരു ഭംഗിയുണ്ടാവും. അപ്പം അത് ചേരണമെങ്കിൽ ഒരു പ്രൈവറ്റ് പൗരന് മാത്രം പറ്റില്ല, അത് ഗവൺമെൻറ് വേണം അപ്പോൾ അതിന് നിങ്ങൾക്ക് തിരുവനന്തപുരത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ഗവൺമെൻറ് തദ്ദേശ അതെ. അപ്പോൾ അവരുടെ അപ്രൂവലുകൾ വേണം, അല്ലെങ്കിൽ ഗ്രാമസഭകളിൽ ഇതിനെപ്പറ്റി സംസാരിക്കണം. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി മാത്രമല്ല, നമ്മുടെ ഡയറക്റ്റ് ഡെമോക്രസി, മാർക്കറ്റ്സ്, ഇവിടുത്തെ ഒരു എക്കണോമിക്സ്, സർക്കുലർ എക്കണോമിക്സ് എന്ന് പറയും. അതായത് ഇവിടെ തന്നെ നിങ്ങൾ മൂല്യം ഉണ്ടാക്കുന്നു, ഇവിടെ തന്നെ മൂല്യം കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സർക്കിൾ, ഇത് ഇവിടുന്ന് പുറത്തു പോകേണ്ട, ആ ഒരു സർക്കിൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ
ആ ഒരു സർക്കിളിലാണ് ഇപ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ ഷിക്കാഗോ എടുത്തോളൂ, നിങ്ങൾ ലണ്ടൻ എടുത്തോളൂ, ബാർസലോണ എടുത്തോളൂ, ഇതെല്ലാം ആ സർക്കുലർ എക്കണോമിയിൽ നിന്നാണ് വളർന്നു വന്നത്. അപ്പോൾ ആ സർക്കുലർ എക്കണോമിക്കുള്ള റോ മെറ്റീരിയൽസ്, അതിന് വേണ്ട കാര്യങ്ങൾ കരുനാഗപ്പള്ളിയിൽ ഇന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും കരുനാഗപ്പള്ളിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നാളെ ഒരു വികസനത്തിന് വേണ്ടി ഡോക്ടർ കിരൺ സാറിനെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടൻസി ഉണ്ട്. ആ കൺസൾട്ടൻസിയിലൂടെ അദ്ദേഹം നിർദ്ദേശിച്ച, അതായത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ ഒരു നാടിനെ മികച്ച നാടാക്കാനും എങ്ങനെ നല്ലൊരു ബിസിനസ് ആക്കാനും ഒരു യുവാക്കൾക്ക് അവരുടെ സംരംഭം എങ്ങനെ തുടങ്ങാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊരു മേഖലയിലും വളർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നും അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ സാധിക്കും. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം, കിരൺ സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ നാടിൻ്റെ വികസനത്തിനോടൊപ്പം നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ സാറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നാട് ഏറ്റവും ഒരു സ്മാർട്ട് കരുനാഗപ്പള്ളിയിലേക്ക് മാറാൻ സാധിക്കും.